പ്രാർത്ഥന എന്നതിന് ഇംഗ്ലീഷിൽ പറയുന്നത് പ്രയർ എന്നാണ്. ആകെ 6 അക്ഷരങ്ങളുള്ള പ്രയർ എന്ന ആ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. PRAYER, പ്രയർ, പ്രാർത്ഥന. ഓരോ അക്ഷരത്തിനും ഒരുപാട് ചിന്തകൾ നമുക്ക് തരുവാനുണ്ട്. എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിലുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്നിത്യാദി കാര്യങ്ങളെ വളരെ ഭംഗിയായിട്ട് ഈ അക്ഷരങ്ങളിൽ പകർന്നു തന്നിട്ടുണ്ട്. പ്രയർ അഥവാ പ്രാർത്ഥന എന്നതിൻ്റെ ആദ്യത്തെ വാക്ക്, ആദ്യത്തെ ആൽഫബറ്റ് പി എന്ന വാക്കാണ്. നമുക്കൊരു വാക്യം ആദ്യം തന്നെ നമുക്ക് വായിക്കാം. സാംസ് 100:4, സങ്കീർത്തനങ്ങൾ 100-4 വാക്യം ആദ്യം നമുക്ക് വായിക്കാം. പ്രയർ എന്ന ആ വാക്കിലെ ആദ്യത്തെ അക്ഷരം പി ആണ്. ഈ പി എന്തിനെ കാണിക്കുന്നു? പ്രൈസ്, സ്തുതിയെ കാണിക്കുന്നു. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാനായി ചെല്ലുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും നമ്മുടെ അധരങ്ങളിൽ നിന്നും ഉയർന്നു വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കർത്താവിനെ സ്തുതിക്കുക എന്നുള്ളതാണ്. ഈ സങ്കീർത്തനത്തിൽ പറയുന്നു, നിന്റെ പ്രാകാരങ്ങളിൽ, വാതിലുകളിൽ നീ സ്തുതിയോടും ആരാധനയോടും കൂടെ അടുത്തു വരിക എന്നാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവിൻ്റെ സന്നിധിയിൽ പലരുടെയും പ്രശ്നം എന്താണെന്നറിയാമോ? അവർ പ്രാർത്ഥിക്കാനായി വന്നു കഴിയുമ്പോൾ അവരുടെ കുറെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് നിരത്തി ആമേൻ പറഞ്ഞിട്ട് അങ്ങ് പോകും. അങ്ങനെയല്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ ഓർത്ത് നമ്മൾ സ്തുതിക്കുവാൻ തയ്യാറാകണം. നമ്മൾ ഇരിക്കുന്നത് വലിയവനായ ദൈവത്തിൻ്റെ പാദപീഠത്തിലാണ്. യേശു പറഞ്ഞല്ലോ, സ്വർഗം അവന്റെ സിംഹാസനം, ഭൂമി അവന്റെ പാദപീഠം. അപ്പോഴൊന്ന് ഓർത്തേ, എത്ര വലിയ ദൈവം, എത്ര ഉന്നതനായ ദൈവം, എത്ര വലിയ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കലാണ് പ്രാർത്ഥിക്കാൻ നമ്മൾ വരുന്നത്. അപ്പോൾ ആ ദൈവത്തിന്റെ മഹത്വത്തെ ദർശിച്ചുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ സ്തുതിക്കുവാനും ആരാധിക്കുവാനും തയ്യാറാകണം. സാറാഫുകൾ ദൈവസന്നിധിയിലേക്ക് വന്നപ്പോൾ ചിറകുകൾ കൊണ്ട് മുഖം മറച്ചു. എന്നിട്ട് ദൈവം പരിശുദ്ധൻ 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 എന്ന് സദാനേരം സ്തുതിക്കുന്നൊരു കാഴ്ചയാണ് യെശയ്യാ പ്രവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ കുറച്ചു നേരം എന്ത് ചെയ്യണം? കർത്താവിനെ സ്തുതിക്കണം. കർത്താവ് നടത്തിയ വിധങ്ങളെ സ്തുതിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നതിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കണം. കർത്താവിന് മഹത്വം കൊടുക്കണം. കർത്താവിനെ ആരാധിക്കണം. അങ്ങനെ ആരാധിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. ഈ പ്രയർ എന്ന വാക്കിലെ ഒന്നാമത്തെ ആ അക്ഷരം കാണിക്കുന്നത്
പ്രൈസിനെയാണ്. ദൈവത്തെ സ്തുതിക്കണം എന്നുള്ള ഒരു കാര്യമാണ് കാണുവാൻ കഴിയുന്നത്. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കണം. പ്രയർ എന്ന ആ വാക്കിലെ 2-ാമത്തെ അക്ഷരം ആറാണ്. ആർ അതെന്തിനെ കാണിക്കുന്നു? റിപ്പന്റൻസ്, മാനസാന്തരത്തെ കാണിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമ്മൾ വരുമ്പോൾ ദൈവത്തെ സ്തുതിച്ച ശേഷം രണ്ടാമത് ചെയ്യേണ്ട വസ്തുത വളരെ ക്ലിയറായി അവിടെ പറഞ്ഞിരിക്കുന്നു. നമ്മൾ മാനസാന്തരപ്പെടണം, റിപ്പന്റൻസിലേക്ക് കടന്നു പോകണം. നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നമ്മുടെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു വരും. കഴിഞ്ഞ നിമിഷങ്ങളിൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ, കുറവുകൾ, ലംഘനങ്ങൾ, അപാകതകൾ, അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിരിക്കുന്ന പല പല തെറ്റുകളും പാപങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് നമ്മുടെ സ്ക്രീനിലേക്ക്, മനസ്സിന്റെ സ്ക്രീനിലേക്ക് കൊണ്ടുവരും. പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ, മറുപടി ലഭിക്കുന്നതിന് യാതൊരു തടസ്സങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ രണ്ടാമതായി ചെയ്യേണ്ട കാര്യം നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ഏറ്റുപറയുക എന്നുള്ളതാണ്. നമ്മുടെ വായിച്ച വാക്യം എന്താ പറയുന്നത്? നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മളോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമായ ദൈവമാണ്. ദൈവം എങ്ങനെയാണ് നമ്മുടെ വിശ്വസ്തനും നീതിമാനാകുന്നത്? നമ്മുടെ പാപങ്ങളെ, നമ്മുടെ തെറ്റുകളെ ദൈവം മുൻപാകെ കടന്നു വരുമ്പോൾ ഏറ്റുപറയണം. സദൃശവാക്യത്തിൽ പറയുന്നു, തങ്ങളുടെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും, മറച്ചു വയ്ക്കുന്നവനോ ശുഭം വരികയില്ല. ദൈവസന്നിധിയിൽ ഏറ്റുപറയണം. ശുദ്ധീകരിക്കാൻ ദൈവം തയ്യാറാണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മൾ പറയാൻ തയ്യാറായാൽ, നമ്മൾ ഏറ്റുപറയുവാൻ തയ്യാറായാൽ നിശ്ചയമായും നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും ക്ഷമിച്ച് നമ്മളെ വിശുദ്ധീകരണമുള്ള ഒരു മാനപാത്രമാക്കി ദൈവം നമ്മളെ മാറ്റും. ഇതാണ് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 7:7. ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 7. ഈ വാക്കിലെ 3-ാമത്തെ അക്ഷരം കാണിക്കുന്നത് എ ആണ്. എന്താണ് എ എന്ന വാക്ക് കാണിക്കുന്നത്? ആസ്ക്. ആദ്യം നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. രണ്ടാമത് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കണം. 3-ാമത്തെ കാര്യമാണ് ആസ്ക്. ദൈവത്തോട് ചോദിക്കുക. യേശുവിടെ പഠിപ്പിച്ചെന്താണ്? ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ആസ്ക് ഇറ്റ് വിൽ ബി ഗിവൻ ടു യു. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. മകൻ അപ്പനോട് ചോദിക്കുന്നത് പോലെ, മകൾ അമ്മയോട് ചോദിക്കുന്നത് പോലെ ചോദിക്കുക. അപ്പൻ ചോദിച്ചാൽ അപ്പം തരും, മുട്ട ചോദിച്ചാൽ മുട്ട തരും, മത്സ്യം ചോദിച്ചാൽ മത്സ്യം തരും. ചോദിക്കുന്നതിനെ തരുന്ന ദൈവം, ഇരട്ടിയായി തരുന്ന ദൈവം. നാം ഒന്നാമതായി ചോദിക്കേണ്ടത് ആത്മീക കാര്യങ്ങളായിരിക്കണം. അതിനാണ് ഊന്നൽ കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ ഭൗതികമായ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടിയും ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, എല്ലാം, സഭയ്ക്ക് വേണ്ടി
എന്തെല്ലാം വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടോ അതെല്ലാം ചോദിക്കാൻ നമുക്ക് സാധ്യമാണ്. മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, യാചിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. ദൈവസന്നിധിയിൽ ആത്മാർത്ഥ ഹൃദയത്തോടെ ചോദിക്കുവാൻ നമ്മൾ തയ്യാറാവുക. ഇതാണ് എ എന്ന അക്ഷരം നമുക്ക് വിരൽ ചൂണ്ടിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസ് 22:42 വാക്യം നമുക്ക് വായിക്കാം. പ്രയർ എന്ന ആ വാക്കിലെ 4ാമത്തെ അക്ഷരം വൈ എന്ന അക്ഷരമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വൈ എന്തിനെ കാണിക്കുന്നു? ഈൽഡ്. ഈൽഡ് എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്, കീഴടങ്ങുക എന്നുള്ളതാണ്. അതിനുദാഹരണമായിട്ട് ഗെത്സമനെ തോട്ടത്തിലെ പിതാവായ ദൈവത്തിന്റെ മുൻപാകെയുള്ള യേശുവിന്റെ പ്രാർത്ഥനയിലെ സംഭവങ്ങൾ നമുക്ക് ഒരു വഴികാട്ടിയായി തന്നിരിക്കുകയാണ്. ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ അല്പനേരം പിതാവിന്റെ ഹിതത്തിൽ നിന്നും മനുഷ്യൻ എന്ന നിലയിൽ, പുത്രൻ എന്ന നിലയിലല്ല, ദൈവം എന്ന നിലയിലല്ല, പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ സ്വയം ചിന്തിക്കാനും തീരുമാനമെടുക്കുവാനും യേശുവെന്ന പൂർണ്ണ മനുഷ്യന് കഴിയുമായിരുന്നത് കൊണ്ട് പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും താൻ മാനവ ലോകത്തിന്റെ പാപനിമിത്തം വേർപെട്ടു പോകുന്ന ആ വേർപാടിന്റെ ആ ദുഃഖം നിമിത്തം ക്രൂശ് മരണത്തിൽ നിന്നും വ്യതിചലിക്കുവാൻ ചില സെക്കൻഡുകൾ കർത്താവിന് മനസ്സുണ്ടായി. പിതാവിനോട് ചോദിക്കുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കണമേ. എന്നാൽ അപ്പോൾ തന്നെ കർത്താവ് തിരുത്തി, അല്ല പിതാവേ, എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം നിറവേറണമേ എന്ന് യേശു തിരുത്തി പ്രാർത്ഥിച്ചു. ഇതെന്താ കാണിക്കുന്നത്? ഈൽഡ്, സമർപ്പിക്കുക, സ്വയം കീഴടക്കി കൊടുക്കുക. നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്താണ്? നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നതെല്ലാം അതേപടി നിറവേറി കിട്ടണമെന്നാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നതിനൊക്കെ ദൈവം തരും. എന്നാൽ ചില പ്രത്യേക വിഷയത്തുള്ള ബന്ധത്തിൽ മറ്റൊരു പ്ലാൻ ആയിരിക്കും ദൈവത്തിനുള്ളത്, മറ്റൊരു പദ്ധതിയായിരിക്കും ദൈവത്തിനുള്ളത്. അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ എല്ലാ വിഷയങ്ങളും പ്രാർത്ഥിച്ച ശേഷം ഒടുക്കം പറയണം, കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഹിതം മാത്രം നിറവേറട്ടെ. അപ്പോൾ ആ മറുപടി ലഭിക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കാത്ത ചില മറുപടികളൊക്കെ ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. നാം ക്രിസ്തുവിൽ സന്തോഷിക്കും. നമ്മൾ എന്താ പ്രാർത്ഥിച്ചത്? പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. ഇങ്ങനെയൊരു സ്വയം കീഴടങ്ങിക്കൊടുക്കുന്ന, ദൈവഹിതത്തിനായി കീഴടക്കി കൊടുക്കുന്ന ഒരനുഭവമാണ് പ്രാർത്ഥന എന്നുള്ളത്. ഞാൻ മുന്നോട്ട് പോകട്ടെ. മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. മർക്കോസ് 11:24 വാക്യം നമുക്ക് വായിക്കാം. പ്രയർ എന്ന ആ വാക്കിലെ 5ാമത്തെ അക്ഷരം ഈ ആണ്. ഈ എന്തിനെ കാണിക്കുന്നു? എക്സ്പെക്ട്. ഒരു പ്രതീക്ഷ നമുക്ക് വേണം. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, എനിക്ക് വേണ്ടി വഴികൾ ഒരുക്കും, എന്നെ സൗഖ്യമാക്കും, എന്നെ സഹായിക്കും. ആരും സഹായിച്ചില്ലെങ്കിലും എന്നെ സഹായിക്കുന്നൊരു ദൈവം എൻ്റെ കൂടെ ഉണ്ട്. എന്റെ കുടുംബത്തെ മാനിക്കും, എന്റെ തലമുറകളെ മാനിക്കും, എന്റെ സഭയെ അനുഗ്രഹിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്നും എനിക്ക് സഹായം വരികയാണ് എന്നുള്ള
ഒരു എക്സ്പെക്ടേഷൻ, ഒരു പ്രതീക്ഷ നമുക്ക് വേണം. പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ട്. ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു മറുപടി എനിക്ക് കിട്ടിയിരിക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉള്ള ഒരു ഹൃദയത്തോടെ ആയിരിക്കണം പ്രാർത്ഥന നമ്മൾ ആയിരിക്കേണ്ടത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടാകണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റൊരു വാക്യം കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 4:4 വാക്യം. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, അഗൈൻ ഐ വിൽ സേ റിജോയ്സ്. പ്രാർത്ഥന എന്ന വാക്കിലെ അവസാനത്തെ 6ാമത്തെ അക്ഷരം ആണ്. അതെന്തിനെ കാണിക്കുന്നു? റിജോയ്സ്, സന്തോഷിക്കണം. പ്രാർത്ഥിക്കുന്നവർക്ക് എന്തു വേണം? അവർക്കൊരു സന്തോഷം വേണം. പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ പലർക്കും മടിയാണ്. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പലരും പ്രാർത്ഥിക്കാൻ മടി കാണിച്ച് മാറി നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥന ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. എന്താണ് അതിന് കാരണം? അവർക്ക് റിജോയ്സ് ഇല്ല, സന്തോഷമില്ല. പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ, ദൈവസന്നിധി സമയം ചെലവഴിക്കുന്ന കാര്യത്തിൽ അവർക്ക് എന്തില്ല? സന്തോഷമില്ല. ഉദാസീനതയോടുകൂടിയാണ് ദൈവസന്നിധി വരുന്നത്. ഉദാസീനതയോടുകൂടി വചനം കേൾക്കുന്നത്. ഉദാസീനതയോടാണ് പ്രാർത്ഥിക്കുന്നത്. ഉദാസീനതയോടാണ് ശുശ്രൂഷിക്കുന്നത്. അത് പാടില്ല. ദൈവത്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്തു വേണം? സന്തോഷം വേണം. പൗലോസ് ഇത് എവിടെ കിടന്നുകൊണ്ടാ പറഞ്ഞത്? കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട്. എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ്? ലോകത്തിന്റെ ഭാഷയിൽ ചെയ്ത തെറ്റെന്ന് പറഞ്ഞ സുവിശേഷം പറഞ്ഞു എന്നുള്ളതാ. പക്ഷെ ദൈവസന്നിധിയിൽ അത് ഏറ്റവും മഹത്വരമായ കാര്യമാണ്. ആ ഒരു നന്മ പ്രവർത്തി ചെയ്ത നിമിത്തം പൗലോസ് കുറ്റവാളികൾക്കിടയിൽ ആ വിശുദ്ധനായ മനുഷ്യൻ കിടക്കുകയാണ്. അവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം സഭയ്ക്ക് ലേഖനം എഴുതുകയാണ്. ഫിലിപ്പിയ ലേഖനം 4 അധ്യായം നിങ്ങൾ മാറി മാറി വായിച്ചോ. സന്തോഷിക്കണം. നിങ്ങൾ പ്രാർത്ഥനയിൽ സന്തോഷിക്കണം. നിങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ സന്തോഷിക്കണം. സുവിശേഷം പറയുന്ന കാര്യത്തിൽ സന്തോഷിക്കണം. സന്തോഷിക്കണം, സന്തോഷിക്കണം, റിജോയ്സ് ചെയ്യണം എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു പൗലോസിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വിചാരിക്കും കാരാഗ്രഹത്തിനുള്ളിൽ വല്ല സന്തോഷിക്കാൻ വകയുണ്ടോ? സന്തോഷിക്കാൻ വകയൊന്നുമില്ല. 4 ചുറ്റും ചുവരുകളാണ്, സെല്ലുകളാണ്, തടവ് പുള്ളികളാണ്. സമയത്തിനാണ് ആഹാരം കിട്ടുകയുള്ളൂ. എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ അവിടെയുള്ള പോലീസിന്റെ അടിയും കിട്ടും. സന്തോഷിക്കാനൊന്നുമില്ല. പക്ഷേ ആ കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ പൗലോസിന് സന്തോഷിക്കാൻ ഒന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ക്രിസ്തുവുണ്ടായിരുന്നു. ദൈവിക സന്തോഷമുണ്ടായിരുന്നു. ആ സന്തോഷം നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹം ഉറക്കെ പറഞ്ഞു, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. കർത്താവിൽ നിങ്ങൾ എപ്പോഴും സന്തോഷിക്കണം. പ്രാർത്ഥിക്കുന്നവർക്ക് സന്തോഷം വേണം. നമ്മൾ ആഗ്രഹിക്കുന്നൊരു മറുപടി കിട്ടിയാലും സന്തോഷിക്കണം. നമ്മൾ ആഗ്രഹിക്കാത്ത മറ്റൊരു മറുപടി ദൈവം തന്നാലും സന്തോഷിക്കണം. എപ്പോഴും സന്തോഷിക്കുവാൻ നമുക്ക് കഴിയണം. പ്രയർ എന്ന വാക്കിൽ ആകെ 6 അക്ഷരങ്ങളാണ്. ഓരോ അക്ഷരത്തിൻ്റെയും അർത്ഥം എന്തെന്ന് നമ്മൾ ചിന്തിക്കുവാനിടയായി. ഇത് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥമായ നിലയിൽ, ആത്മാർത്ഥമായ നിലയിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുവാൻ എനിക്കും നിങ്ങൾക്കും പരിശുദ്ധാത്മാവ് കൃപ തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വചനങ്ങളാൽ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.